നമസ്കാരം. ജിസ്മോളുടെ കേസിന്റെ ഷീറ്റാണ് അതിനകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട്, റിപ്പോർട്ടുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഇത് ഞാനിപ്പോൾ കണ്ടത് അഡ്വക്കേറ്റ് ജിസ്മോൾ തോമസിൻ്റെയും 4 വയസ്സുള്ള നേഹയുടെയും അതുപോലെ തന്നെ 1 വയസ്സും 2 മാസമുള്ള നോറയുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളാണ് കണ്ടത്. അതിൻ്റെ കൺക്ലൂഷൻ വന്നിട്ട് മരണകാരണം ഡ്രൗണിങ് ആണ്. അത് സമ്മതിക്കാം. കാരണം ലാസ്റ്റ് കണ്ടീഷനിൽ കൊണ്ട് വെള്ളത്തിലിട്ടു, അത് മരണകാരണമായി ആക്കി മാറ്റിയെടുത്തു എന്നതിനകത്ത് പറയും. ഒരിക്കലും കൈത്തണ്ട മുറിച്ച ഒരാൾ ഒത്തിരി കെമിക്കൽസ് അല്ലെങ്കിൽ പോയിസൺ എന്തോ ശരീരത്തിൽ പല അവയവങ്ങളെയും ബാധിച്ചിരിക്കുന്നു. വയറ്റിനകത്ത് യാതൊരു ഭക്ഷണ പദാർത്ഥങ്ങളുമില്ല. മക്കൾ 2 പേരും എന്തായാലും ഇത് കുഴഞ്ഞ അവസ്ഥയിൽ. അപ്പോൾ അവർ 4 കിലോമീറ്റർ വാഹനം ഓട്ടിച്ചു പോയി മക്കളെയും കൊണ്ട് ഒരു നദിയിൽ ചാടി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വിശ്വസനീയമായിട്ടുള്ള കാര്യമല്ല. അത് ഈ റിപ്പോർട്ടുകൾ അനുസരിച്ച്. പക്ഷേ ഇതിനകത്തുള്ള മരണ കാരണം എന്ന് പറയുന്ന അവസാനത്തെ ഒരു കാരണമാണ്. പക്ഷേ അതിന് മുമ്പെയുള്ള കാരണങ്ങൾ അത് കെമിക്കൽ അനലൈസിസ് റിപ്പോർട്ടും ലാബ് റിപ്പോർട്ടുകളും ഒക്കെ പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിനകത്തുള്ള ഡോക്ടർ ആ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് തന്നിരിക്കുന്നതനുസരിച്ച് നോക്കിയാൽ ഇതിനകത്ത് ശരിയായിട്ടുള്ള മരണ കാരണം പറയണമെങ്കിൽ ലാബ് റിപ്പോർട്ടുകളും കെമിക്കൽ അനലൈസിസുകളും വരണം. കാരണം ഇതിനകത്ത് നമുക്ക് 2-3 ദുരൂഹതകളുണ്ട്. കൊച്ചു കുട്ടികൾ മരണശേഷമാണോ കൊണ്ടിട്ടെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം. കാരണം ആ നദിയിലെ വെള്ളമാണോ അല്ലാതെ ഉള്ള വെള്ളമാണോ ഉള്ളിൽ ചെന്നിരിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കണമെങ്കിൽ റിപ്പോർട്ട് വരണം. ഏത് വെള്ളമാണ്? പക്ഷെ ലെങ്സിൽ ഉണ്ട്, ഇത്തിരി ഉണ്ട്, 30 മില്ലി ഉണ്ട്. വയറ്റിനകത്ത് വെള്ളം കുടിക്കത്തക്ക ആരോഗ്യസ്ഥിതിയിലല്ല ആ കുട്ടികൾ വെള്ളത്തിൽ ഈ നദിയിൽ വീണിട്ടുള്ളതെന്നാണ് അതിൻ്റെ അർത്ഥം. ചെറിയൊരു ശ്വാസം ഉണ്ടായിരുന്നിരിക്കാം, ശ്വസിക്കുമ്പോൾ എന്തായാലും കുറച്ച് വെള്ളം ലെങ്സിൽ കയറാൻ സാധ്യതയുണ്ട്. അല്ലാതെ മുഴുവനും നല്ല ആരോഗ്യമുള്ള കുട്ടികളെ കൊണ്ട് വെള്ളത്തിലിട്ടിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ളൊരു മരണമല്ല. കാരണം എന്ന് വെച്ചാൽ കൊച്ചുകുട്ടിയുടെ തലച്ചോറിൽ നീരുണ്ടെന്നുണ്ട്. ആ നീരെന്ന് പറയുന്നത് ഒരിക്കലും വെള്ളത്തിലുള്ള മുങ്ങിവർണ്ണത്തിൽ നീര് വരില്ല. അത്തരത്തിൽ നീര് വരണമെങ്കിൽ നല്ല തലയ്ക്ക് ആഘാതം ഏറ്റിട്ടുണ്ടാവണം. അത് ഷാർപ്പായിട്ടുള്ള ഉപകരണം വെച്ചുള്ള അടിയായിട്ട് ഇതിൽ കാണുന്നില്ല. ഇതിനകത്ത് എന്തോ കട്ടിയുള്ള സാധനം ഉപയോഗിച്ച് തലയ്ക്കടിച്ചിരിക്കുന്നു. ഒരിക്കലും ഒരു അമ്മയ്ക്ക് ഈ മക്കളെയും അടിച്ച്, അമ്മയുടെ വയറ്റിലും ആഹാരമില്ല, കുഞ്ഞുങ്ങളുടെ വയറ്റിലും ആഹാരമില്ല ഇല്ല. പിന്നെ യൂറിനറി ബ്ലാഡറിൽ 1 തുള്ളി മൂത്രം പോലും ഉള്ളതായിട്ട് ഈ റിപ്പോർട്ടുകൾ 3 പേർക്കും കാണിക്കുന്നില്ല. ഒരു കുട്ടിയുടെ ആമാശയത്തിൽ കുറച്ച് വെള്ള കളറിലുള്ള ദ്രാവകം ഉള്ളതായിട്ട് പറയുന്നു. അത് പാലാണോ എന്താണെന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. ഏതെങ്കിലും കെമിക്കൽസ് പോയിട്ടുള്ള. അതുപോലെ തന്നെ പതയും നുരയും വന്നിരിക്കുന്നു. വെള്ളത്തിൽ വീണ് മരിച്ച ഒരാളിന് പതയും നുരയും വരണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ദുരൂഹതകൾ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ കടന്നുപോയ ഈ രാസവസ്തു എന്താണോ, കെമിക്കലാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പോയിസൺ ആണെന്നുള്ള പറയാൻ പറ്റില്ല. ഇത് കടന്നുപോയ ഭാഗമെല്ലാം കരിഞ്ഞിരിക്കുന്നതായിട്ട് കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെയും അതേപോലെ തന്നെ ഈ അഡ്വക്കേറ്റിനെയും ഏകദേശം വക വരുത്തിയതിന് ശേഷം ഈ വെള്ളത്തിൽ എത്തിച്ചതാകാം എന്നുള്ളൊരു നിഗമനമാണ് എനിക്കുള്ളത്. കാരണം ഈ അഡ്വക്കേറ്റിൻ്റെ ഇതിനകത്ത് ഒരു മണൽത്തരികളൊക്കെ കയറിയിട്ടുണ്ട്. അത് നദിയിലെന്നുള്ളതാണ് ഇതിനകത്തുള്ളത്. പക്ഷേ ഒന്നും ഇത് വ്യക്തമായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഡ്രൗണിങ് എന്ന് പറയുമ്പോൾ വെള്ളം അകത്ത്, എന്നാൽ വയറ്റിനകത്ത് വെള്ളം ചെന്നതായിട്ട് ഒന്നിലും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. ഇത്രയും വിഷം അകത്തിയെന്ന് ഇത്രയും ഇഞ്ചക്ഷൻ കൊടുത്ത് അവർക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ എടുത്ത് ഒരിക്കലും പോകാൻ സാധിക്കില്ല. കാരണം കൈ മുറിച്ചിരിക്കുകയാണ്, കൈത്തണ്ട മുറിച്ചിരിക്കുന്നു, കഴുത്തിൽ ഏതോ കെമിക്കൽസ് ഇഞ്ചെക്ട് ചെയ്തിരിക്കുന്നു. ഒരിക്കലും സ്വയമായിട്ട് ഒരാൾ കഴുത്തിലെടുത്തൊരു കെമിക്കലൊന്നും ഇഞ്ചെക്ട് ചെയ്തിട്ട് തിരിച്ച് കൈയെടുക്കാൻ പോലുള്ള ശക്തി ഉണ്ടാവില്ല. ആ ആൾ ഒരിക്കലും 4 കിലോമീറ്റർ യാത്ര ചെയ്ത് ഈ തല പോലും പൊക്കി പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളാണ്. തലയിൽ നല്ല ക്ഷതമേറ്റിരിക്കുകയാണ് കുഞ്ഞിന്. അപ്പോൾ എങ്ങനെ ഈ 2 കുഞ്ഞുങ്ങളെ ബൈക്കിലിരുത്തി ഇവർ യാത്ര ചെയ്യും?
ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥയില്ല. പിന്നെ ഇതിനകത്ത് ധാരാളം ദുരൂഹതകളുണ്ട്. അവിടെ എവിടെയെങ്കിലും CCTV-കളുണ്ടെങ്കിൽ അത് പരിശോധിക്കണം. അതുപോലെ ഇവരുടെ ഫിംഗർ പ്രിൻ്റാണോ ഈ നദിയുടെ കരയിൽ കൊണ്ടുവച്ച 2 വീലറിനുള്ളതെന്നുള്ളത് പരിശോധിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം പരിശോധനകൾക്ക് അല്ല ഇല്ല, സിറിഞ്ച് മാത്രമല്ല, ഈ കെമിക്കൽസ് അവിടെ നിന്ന് വാങ്ങിയെന്ന് കണ്ടെത്തണം. ധാരാളം കേസുകളിൽ ഇത്. പക്ഷേ ഇതെല്ലാം വിദഗ്ധരായിട്ടുള്ള ഇതിൻ്റെ നീതിയുക്തമായിട്ടുള്ള തീരുമാനത്തിന് വേണ്ടി പോലീസ് ശ്രമിക്കുമെന്നുള്ളതാണ് എൻ്റെ കാൽക്കുലേഷൻ. കാരണം ഒരു കോടതിയും വെറുതെ അങ്ങേറ്റത്തിരിക്കുന്ന ഒരു മരണകാരണം വെച്ചിട്ട് ബാക്കിയെല്ലാം ഐഡന്റിഫൈ ചെയ്യണമെന്നില്ല. അതെ, ലാസ്റ്റിൽ മാത്രമാണ് അങ്ങനെ. അത് ആ മരണ കാരണമാണ്. കാരണം വെള്ളം കയറി, അപ്പം വെള്ളം കയറി ലങ്സിൽ വെള്ളം കയറി മരിച്ചു. അപ്പൊ അത് ഡ്രൗണിങ്. അതെ, 30 അത് ലങ്സിൽ 30 മതിയല്ലോ. അതെ, ഡോക്ടർ പറയണം. അത് ഡോക്ടർ പറയണം. അതുപോലെ തന്നെ വിദഗ്ധരായിട്ടുള്ള ആളുകളെ ഇത് കോടതിയിൽ എന്തായാലും ഏത് തരത്തിൽ വന്നാലും ഇത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചെറിയ തെറ്റുകളായാലും വർഷങ്ങൾക്ക് ശേഷം കണ്ടുപിടിക്കുന്ന നല്ല രീതികൾ നിലവിലുണ്ട്. തീർച്ചയായിട്ടും ജുഡീഷ്യറി അത് ശരിയായിട്ടുള്ള ഇത് എന്ത് കാരണം കൊണ്ട് മരിച്ചു എന്നുള്ളതും ആരൊക്കെയാണ് ഇതിൽ ഗൂഢാലോചന നടത്തിയെന്ന് ഇതിനകത്ത് വേറൊരു വ്യക്തമായിട്ടൊരു കാര്യം കൂടെ ഉണ്ട്. ഏതെങ്കിലും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ, നേഴ്സാവട്ടെ, ഡോക്ടറാവട്ടെ, അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യനായിട്ടുള്ള ഒരാളാകട്ടെ, ഏതെങ്കിലും തരത്തിൽ ഒരു വിദഗ്ധനായിട്ടുള്ള ആളിൻ്റെ കൂടെ ഗൂഢാലോചന ഇതിനകത്തുണ്ടാവും. അല്ലാതെ ഇത്തരത്തിൽ ആലോചിച്ചുറച്ച് തീരുമാനിച്ച് വരുത്തി തീർത്ത ഒരു മരണം. കാരണം ഇതിനകത്ത് ഞാനൊരു വീഡിയോ കേട്ടത്, അച്ഛൻ മകൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇന്നിവിടെ ആത്മഹത്യക്ക് ശ്രമിച്ചു, നാളുകളിൽ ആത്മഹത്യ നടക്കാം, ഒരിക്കലും ആരായാലും ഇത് പോലീസിനെ അറിയിക്കേണ്ട കടമയും കടപ്പാടും ഉള്ള ഒരു വ്യക്തി, ആര് വെളിയിലുള്ള ഒരാളായാൽ പോലും. അപ്പോൾ സ്വന്തം വീട്ടിനകത്താണ് ഇങ്ങനെ ഒന്ന് ആത്മഹത്യക്ക് അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ശ്രമിച്ചവരെ ആശുപത്രിയിൽ എത്തിക്കേണ്ട കടമയുണ്ട്. അത് അയാളുടെ ഉത്തരവാദിത്വമാണ്. ഇവരെ അതെ, ചെയ്യരുത്. പ്രൊട്ടക്ട് ചെയ്താൽ മാത്രം പോരാ, ഇത് അറിയിക്കേണ്ട പോലീസ് സ്റ്റേഷനിലായാലും അറിയിക്കണം, ആശുപത്രിയിൽ എത്തിക്കുകയും വേണമായിരുന്നു. അതെ 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 അതെ. എനിക്കിതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. പക്ഷെ ഇതിങ്ങനെ അത് തീർച്ചയായിട്ടും പറയണം, തീർച്ചയായിട്ടും അറിയിച്ചിരിക്കണം. അല്ലെങ്കിൽ ഇവരെല്ലാവരും കുറ്റക്കാരാണ്. ഇന്ന് ഇവരെല്ലാവരും കുറ്റക്കാരാണ്. അതെ 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 അതെ, മരിക്കാൻ വേണ്ടി കാത്തിരുന്നത് പോലെ തന്നെയാണ്. അത് മാത്രമല്ല, പീഡനം ഇതിനകത്ത് നടന്നിട്ടുണ്ട്. പലരുടെയും മൊഴികൾ, കാരണം അങ്ങനെ ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ശാരീരിക പീഡനം ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ള പാടുകളുണ്ട്. ഇതിനകത്ത് ഒരു സൺബേൺ എന്ന് പറയുന്നു. ആ സൺബേണ് അന്ന് 30 ഡിഗ്രി സെൽഷ്യസാണ് ഇവിടെയുള്ള താപനില, ആ സ്ഥലത്തുള്ള താപനില. അതുമാത്രമല്ല, ഈ ബോഡി കിടന്നത് നല്ല വെയിലത്തായിരുന്നില്ല, ഒരു തണലുള്ള ഭാഗത്താണ് ബോഡി കിടന്നത്. അപ്പോൾ ആ സൺബേൺ വരാനായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിലില്ല. അതുമാത്രമല്ല, കൊച്ചുകുട്ടിക്ക് തുടയിൽ ഒരിക്കലും എടുക്കാത്തൊരു ഇഞ്ചക്ഷൻ, അത്തരത്തിലുള്ള രോഗങ്ങളൊന്നുമുള്ള കുട്ടികളല്ല. എന്തെങ്കിലും അതെ ഇല്ല ഇല്ല അതെ അതെ, സൈഡിൽ ഒരു ഇഞ്ചക്ഷൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം അങ്ങനെയൊന്നും പാടില്ലാത്തതാണ്. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ള ദുരൂഹതകൾ. അതെ അതെ അതെ, ആരോഗ്യ വിദഗ്ധരുണ്ട്, ഡോക്ടേഴ്സിൻ്റെയൊക്കെ. കാരണം തീർച്ചയായിട്ടും ഇത് കോടതിയിൽ വരുമ്പോൾ, വിസ്തരിക്കപ്പെടുമ്പോൾ ഭംഗിയായിട്ട് ഇത് എന്താണെന്ന് പുറത്തു വരും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ല, തീർച്ചയായിട്ടും ഇത് ജഡ്ജി ആ നിഗമനത്തിലെത്തും. അങ്ങനെ എന്തെങ്കിലും ഈ റിപ്പോർട്ടിൽ തെറ്റുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കും. ആരാണ് കുറ്റവാളി എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇത് പുറത്ത് വരത്തക്ക ഒരു റിപ്പോർട്ട് തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കാരണം മരണകാരണം മാത്രമാണ്, അതിന് മുമ്പെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതാരാണ് ചെയ്തത് എന്ന് കണ്ടുപിടിക്കണം. ഒരിക്കലും ഒരമ്മ ഇത്രയും ചെയ്ത് ഈ കുട്ടികളെയും കൊണ്ട് ആ നദിക്കരയിലെത്തില്ല. അതിൽ ആരാണ് പുറകിലുള്ളത് അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അവർ ശിക്ഷ അനുഭവിച്ചേ തീരൂ. എന്നാൽ മാത്രമേ ഇനി വരും കാലങ്ങളിൽ ഇത്തരത്തിലുള്ള കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുള്ളൂ. അവിടെ ബ്ലഡ് ഉണ്ടായിരുന്നു എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ബ്ലഡ് ഉണ്ടായിരുന്നു പറഞ്ഞത് ഇവരുടെ കൈ മുറിച്ചതിന്റെ ബ്ലഡ് ആണ് എന്നാണ് കരുതുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ കുട്ടിയുടെ തല പൊട്ടിയ ബ്ലഡ് ആവാം. ഇല്ല, കുട്ടിയുടെ തല പൊട്ടി അങ്ങനെയുള്ള ഒരു മുറിവല്ല ഇതിൽ കാണുന്നത്. നന്നായിട്ട് അടിച്ചു,
ഇപ്പോൾ ഇതെന്നുള്ളതാണ്. കുട്ടിയുടെ തലമുറിഞ്ഞ് ബ്ലഡ് വന്നാൽ അമ്മയുടെ കൈ തന്നെ മുറിച്ചിട്ടുള്ളതായിട്ട് കാണുന്നു. അമ്മ സ്വയം മുറിച്ചതുമാകാം, ആരെങ്കിലും മുറിച്ചിട്ടുണ്ടാകുമോ എന്നറിയില്ല. നമുക്കതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഒന്നും കണ്ടില്ല. നമ്മളിപ്പം ഒരു 3 പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രം കണ്ടിട്ടാണ് ഇതിനെക്കുറിച്ച്. കാരണം ഇതിന് ഞങ്ങളൊക്കെ മനസ്സിനകത്ത് ഇങ്ങനെയുള്ള മരണങ്ങൾ കാണുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം പറഞ്ഞു പോയി എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് ഒരു കെമിക്കൽ അനാലിസിസ് കൂടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 90%ലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതെ, കൊണ്ടുവരാൻ പറ്റും, ഉറപ്പായിട്ട് കൊണ്ടുവരാൻ പറ്റും. ആ കെമിക്കൽ അനലൈസിസും ലാബ് റിപ്പോർട്ടുകൾ. കാരണം ഈ കുട്ടികളുടെ വയറ്റിലും അമ്മയുടെ വയറ്റിലും അല്ലെങ്കിൽ ലങ്സിലും പോയിട്ടുള്ളത് ഏത് വെള്ളമാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അവ നേരത്തെ എന്തെങ്കിലും കൊലപ്പെടുത്തിയിട്ടാണ് കൊണ്ടിട്ടെങ്കിൽ അതും കണ്ടുപിടിക്കാൻ പറ്റും. ഇല്ല അവിടെ പോയിട്ടാണെങ്കിൽ അതും കണ്ടുപിടിക്കാൻ പറ്റും. എന്തായാലും വയറ്റ് സാധാരണ ഒരു മുങ്ങി മരണമെന്ന് പറയുമ്പം വയറ് നിറയെ വെള്ളം കുടിച്ചിട്ട് വയറ് വീർത്ത് കിടക്കുന്ന ഒരവസ്ഥയുണ്ടാവും. ഇതങ്ങനെയല്ല. ബോഡിയും പൊങ്ങി എന്തോ കിടന്നു എന്നൊക്കെയാണ് എന്നെ പറഞ്ഞു കേട്ടതൊക്കെയാണ്. കേട്ടുകേൾവികളും ടി വിയിലൊക്കെ കണ്ട കുറച്ച് അറിവുകൾ മാത്രമാണുള്ളത്. ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടു. അതെ, റിപ്പോർട്ട് കണ്ടു, വായിച്ചതിൽ നിന്ന് തീർച്ചയായിട്ടും ഇത് വന്നിട്ട് പിന്നെ വയറ്റിലും ലങ്സിലും മരിക്കത്തക്ക കാരണകരമായിട്ടുള്ള വെള്ളമില്ല. ഒരു മരണത്തിന് മുങ്ങി മരിച്ചു എന്ന് പറയത്തക്ക തരത്തിലുള്ള വെള്ളമില്ല. ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും കാരണവശാൽ ഒരു ചാൻസ് ഞാൻ ചോദിക്കാം, ഇവർക്ക് എന്തെങ്കിലും കാരണവശാൽ വണ്ടിയോട് ഓടിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് ഓടിച്ചുകൊണ്ട് വന്ന് അവരുടെ കയ്യിൽ നിന്ന് കുഞ്ഞ് താഴെ വല്ലതും വീണ് തല പൊട്ടാനുള്ള സാധ്യതയോ? അങ്ങനെയുള്ള ചതവല്ല ഇതിന്. അല്ലല്ലല്ല. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് പിന്നെ എടുത്തു വെച്ച് കൊണ്ടുപോകാനുള്ള ഒരു ഹെൽത്തൊന്നും അതിനകത്ത് ഉണ്ടാവില്ല. ഇല്ല, ഹെൽത്ത് ഇല്ല. കാരണം 4 കിലോമീറ്റർ വണ്ടി ഓടിച്ചു പോകേണ്ട യാതൊരു ആരോഗ്യവും ഈ പരിസ്ഥിതിയിലുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാവണമെന്നില്ല എന്നുള്ളതാണ് എൻ്റെ നിഗമനം. അല്ല, അത് വണ്ടിയിലല്ലേ ഉണ്ടായിരുന്നു. വണ്ടിയിലെ ഹെൽമെറ്റിൻ്റെ ഫിംഗർ പ്രിൻറ്റും വണ്ടിയിലെ ഹാൻഡിലുള്ള ഫിംഗർ പ്രിൻറ്റും ഒക്കെ എടുക്കുമ്പോൾ, അതേപോലെ തന്നെ CCTV ദൃശ്യങ്ങൾ ഇന്ന് 4 കിലോമീറ്റർ യാത്ര ചെയ്തെങ്കിൽ എന്തായാലും ഒരു 10-15 സ്ഥലത്തെങ്കിലും CCTV ദൃശ്യം ഉണ്ടാവും. സ്വന്തം വീട്ടിലുണ്ടെങ്കിൽ അതിലൊന്ന് പരിശോധിക്കാമല്ലോ. അപ്പം അതെല്ലാം പരിശോധിച്ച് തീർച്ചയായിട്ടും അതെ, ഉറപ്പായിട്ടും അതെല്ലാം എടുക്കാതിരിക്കില്ല. ഇന്നൊരു ചെറിയ മോഷണത്തിനോ അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നത്തിന് പോലും CCTV ദൃശ്യങ്ങളും എല്ലാം എടുക്കുന്ന പോലീസ് സേന തീർച്ചയായിട്ടും അതെടുക്കും. ഇത് തെളിയിക്കപ്പെടും. ആര് ചെയ്താലും എന്തായാലും ഇവർക്ക് തനിയെ ഇത് ചെയ്യാൻ പറ്റില്ല. ആരെങ്കിലും ഇതിനകത്തുണ്ട്, അതിനകത്ത് ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട എല്ലാ സംവിധാനങ്ങളും ഇന്ന് ഉണ്ട്. എല്ലാ സാങ്കേതിക വിദ്യകളും ഇന്നുള്ളത് കൊണ്ട് അത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒട്ടും മോശമല്ല. കേരളത്തിലെ പോലീസ് എന്തെങ്കിലും പിഴവുകൾ ചില ഭാഗങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് തികച്ചും മാറ്റിക്കൊണ്ട് ആരും പുറകിൽ വീട്ടുകാർ നിന്നില്ലെങ്കിൽ പോലും കണ്ടെത്തുന്ന തരത്തിലാണ് ഇന്ന് ഇത്തരത്തിലുള്ള കേസുകളിൽ പോകുന്നത്. ചെറിയ കേസുകളിൽ എന്തെങ്കിലുമൊക്കെ പിഴവ് സംഭവിക്കാം. ഈ വലിയ കേസുകളിലൊന്നും ഒരിക്കലും പിഴവ് സംഭവിക്കില്ല. ഇത് സമൂഹത്തിൽ 3 വ്യക്തികളാണ്. ജീവൻ ലോകത്തിനേക്കാളും വിലയുള്ളതാണ് ഒരാളുടെ ജീവൻ എന്ന് പറയുന്നത്. ആ ജീവനാണ് എടുത്തിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ ജീവിക്കാൻ അനുവദിക്കാതെ, അതുപോലെ തന്നെ ഒരു സമൂഹത്തിൽ നല്ല നിലയിലുണ്ടായിരുന്ന ഒരു അഡ്വക്കേറ്റ്, ജനപ്രതിനിധിയായിരുന്ന, പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ആയിരുന്ന ഒരു ആളെന്നാണ് ഞാനെന്ന് അറിഞ്ഞത്. അങ്ങനെയുള്ള ഒരാളിനെ ഇത്തരത്തിൽ ദാരുണമായിട്ട് കൊലപ്പെടുത്താൻ അല്ലെങ്കിൽ പ്രേരിപ്പിക്കാൻ കാരണക്കാരായവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. ഈ ജുഡീഷ്യറിയോട് ബന്ധപ്പെടുന്ന ഒരു സ്ത്രീയാണ്, ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീയാണ്. ആ സ്ത്രീക്ക് ജുഡീഷ്യറി അതേപോലൊരു ബഹുമാനം കൊടുക്കാതിരിക്കും? തീർച്ചയായിട്ടും കൊടുക്കും. അവരുടെ മരണം അത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ട് മരണത്തിലേക്ക് കൊണ്ടുപോയ ആരായാലും അത് വെറും പ്രേരണയല്ല ഇതിനുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ പുറകിൽ ആരൊക്കെ ചതിപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അവർ നിയമത്തിൻ്റെ മുമ്പിൽ എന്നായാലും വരും. തീർച്ചയായിട്ടും അവർ ശിക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. പക്ഷെ അതിനകത്ത് എന്താണ് പീഡനം ഉള്ളതെന്നൊന്നും അറിയില്ല. അതിൻ്റെ 1-2 റിപ്പോർട്ട് നോക്കിയപ്പോൾ അല്ലല്ലല്ല, ഇത് ശാരീരിക മാനസിക പീഡനമാണ് ഇതിനകത്തുള്ളത്. അതെ, ദേഹത്ത് പാടുകളുണ്ട്. കുട്ടികൾക്കും ഉണ്ട്, അമ്മയ്ക്കും ഉണ്ട്. അപ്പൊ ആര് ചെയ്തതാണെന്നറിയില്ല. അല്ല, അതിനെപ്പറ്റി എനിക്ക് കാര്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. എന്നാലും നമ്മൾ സാധാരണഗതിയിൽ യൂറിനറി ബ്ലാഡറിൽ മിക്കവാറും നമ്മൾ ഒത്തിരി വെള്ളമെങ്കിലും കുടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവണം. 24 hours കിഡ്നിയും
എല്ലാം കൂടെ ആഹാരം കഴിച്ചിട്ടില്ല, വെള്ളവും ഇല്ല, ആഹാരം ഇല്ല. 3 പേർക്കും ആഹാരവുമില്ല, ആഹാരത്തിനെ പറ്റി എഴുതിയിട്ടില്ല, മരണസമയം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ട് കാണുന്നില്ല. അതെ 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 അതെ. ഇതുവരെ 3 പേരും ഒരേ നേരത്താണോ മരിച്ചത് അതോ പല സമയങ്ങളിലാണോ മരിച്ചതെന്നൊന്നും ഇതിനകത്ത് നമുക്ക് വ്യക്തത വരുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി വേറെ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവാം. അത് എന്തായാലും നോക്കിയാൽ മാത്രമേ ഇതിനെ പറ്റി മുഴുവനും പറയാൻ പറ്റൂ. കാരണം ഒരാൾ ഇത്ര സമയത്തിനകത്ത് മരിച്ചിട്ടുണ്ടാവാം എന്നുള്ളത് സാധാരണ പറയുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇതിൽ 3 പേരും ഒരേ സമയത്താണോ പല സമയങ്ങളിലാണോ മരിച്ചതെന്നൊന്നും അറിയില്ല. പക്ഷെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അയാളൊന്നും എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അല്ല, വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. അല്ലല്ല, ഒന്നും പറയാൻ പറ്റില്ല. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവസാന മരണകാരണം അല്ല ഈ തലയിലേറ്റ ക്ഷതം കൊണ്ട് മരിച്ചെന്നോ കെമിക്കൽസ് പോയതിൽ മരിച്ചെന്നോ പറയാൻ സാധിക്കില്ല. കാരണം അവസാനം ഇത്തിരി വെള്ളം കയറിയിട്ടുണ്ട് ലെഗ്സിൽ. അതുകൊണ്ടാണ് മരണകാരണം ഡ്രൗണിങ് എന്ന് പറഞ്ഞത്. വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഡോക്ടർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കെമിക്കൽ അനലൈസിസിന് ഒക്കെ അയച്ചിട്ടുണ്ടാവും, ലബോറട്ടറി റിപ്പോർട്ടിന് അയച്ചിട്ടുണ്ടാവും. എല്ലാം ഡോക്ടറുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ഒരു വ്യക്തമായിട്ട് ഡോക്ടർക്ക് അത് കണ്ട ഉടനെ തന്നെ മനസ്സിലാവും ഇത് വളരെ പ്രശ്നങ്ങളുള്ള ഒരു ബോഡിയാണെന്ന് മനസ്സിലാക്കി തന്നെ 3 ബോഡിക്കും പിന്നെ റിപ്പോർട്ട് എഴുതിയിട്ടുള്ളത്. സർട്ടിഫിക്കറ്റ് ഇതെല്ലാം ഈ പോയിസൺ ഉണ്ടെന്ന് പറയുന്നുണ്ട്, തലകുട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, യൂറിനറി ബ്ലാഡറിൽ വെള്ളമില്ലായിരുന്നു, എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം പിന്നെ ഡ്രോണിങ് ആണെന്ന് കൂടെ പറയുന്നതിന്റെ കാര്യമാണ്. അല്ല, അത് ആ മരണ കാരണം അവസാന നേരം വെള്ളം കയറി മരിച്ചിരിക്കുന്നു. അതിനിപ്പോൾ ഡോക്ടർക്ക് ആ വെള്ളമാണോ വീട്ടിലെ വെള്ളമാണോ എന്ന് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ആ വക്കീലിൻ്റെ ഇതിലാണെങ്കിൽ മണൽത്തരി കൂടെ കയറിയിട്ടുള്ളതായിട്ടുണ്ട്. കുട്ടിയൊക്കെ അങ്ങനെയില്ല. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഏത് വെള്ളമാണ്? സാധാരണ മുങ്ങിമരണം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്ന മുങ്ങിമരണങ്ങളെല്ലാം വെള്ളം കുടിച്ച് വയറ് നിറയും, ലങ്സിലും കയറും. ഇത് അങ്ങനെയുള്ള ഒരു ഇത് കാണുന്നില്ല. അതാണ് ഇതിനകത്തുള്ളൊരു വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ കെമിക്കൽ ആകാം, പോയിസൺ ആകാം എന്നുള്ളതിൻ്റെ ഒരു നിഗമനത്തിന് നമുക്ക് വരാൻ തോന്നുന്നത് അതുകൊണ്ടാണ്. അതെ, അല്ല, ഇത് ഡോക്ടറുടെ അവർ കൃത്യമായി അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ഇനി അടുത്തതിന് പോലീസിൻ്റെ അന്വേഷണങ്ങൾ, പലതരത്തിലുള്ള പോലീസ് അന്വേഷണങ്ങളുണ്ട്. കെമിക്കൽ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അന്വേഷണങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് കോടതിയിൽ വരുമ്പോൾ ആരാണോ കുറ്റവാളി, അങ്ങനെ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കണ്ടുപിടിക്കപ്പെടും. കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടി. ഒരു മെസ്സേജിനെ സംബന്ധിച്ചാണ് അതൊരു പ്രേരണാകുറ്റത്തിന്റെ ഭാഗം മാത്രമേ പോലീസ് എത്തിയിട്ടുള്ളൂ. അല്ല, പ്രേരണാകുറ്റമല്ല. അതിനകത്ത് വന്നിട്ട് കുറച്ചുകൂടെ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ അറിയിക്കേണ്ട സ്ഥാപനത്തിൽ അറിയിച്ചിട്ടില്ല. അപ്പോൾ അറിയിക്കാത്തത് കൊണ്ട് അത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള മറ്റ് കണ്ടൻസും കൂടെ നോക്കി വരുമ്പോൾ ദുരൂഹതകൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു ഗാർഹിക പീഡനമോ അല്ലെങ്കിൽ പ്രേരണ കുറ്റത്തിലോ മാത്രം ഒതുങ്ങുന്നതല്ല. അതുകൊണ്ടാവും അത് പ്രേരിപ്പിച്ചു എന്ന് നമുക്ക് പറയുമ്പോഴേ പ്രേരണാക്കുറ്റം ഇതിനകത്ത് ശരിക്കും വിദഗ്ധമായിട്ട് പരിശോധിച്ച് വരുമ്പോഴേ ഒത്തിരി കാര്യങ്ങൾ ജുഡീഷ്യറി ഇത് തീർച്ചയായിട്ടും നല്ല ഒരു തീരുമാനത്തിലെത്തും എന്നുള്ളതാണ്. പക്ഷേ ജുഡീഷ്യറി ഇതേപോലെ പേപ്പർ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോടതി എടുത്ത് കുടയാൻ സാധ്യതയില്ല. അല്ല, കോടതിയിൽ ഇപ്പം കുടഞ്ഞില്ലെങ്കിലും കോടതിക്ക് ഇതിനകത്തൊരു നിഗമനത്തിലെത്താൻ സാധിക്കും. അപ്പം നമുക്ക് പോലും ഇങ്ങനെ തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ജുഡീഷ്യൽ ഓഫീസർമാർ അത് നല്ല രീതിയിൽ തന്നെ ഒരിക്കലും നീതിയുക്തമായിട്ടുള്ള തീരുമാനം, ഈ 3 പേരുടെയും മരണത്തിന് എന്തെങ്കിലും കാരണക്കാരായിട്ടുള്ളവർ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കപ്പെടുക തന്നെ ചെയ്യും. അവർക്ക് അർഹമായ ശിക്ഷയും കൊടുക്കും. കാരണം എത്രയോ വർഷം ജീവിക്കേണ്ട 2 കുട്ടികൾ, എത്രയോ വർഷം സമൂഹത്തിന് സേവ ചെയ്യേണ്ട ഒരു വക്കീൽ ആണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള ന്യായമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.